എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. അത്ഭുതമായ പരിശുദ്ധ മറിയം, പരിശുദ്ധ കന്യകാമാതാവിന്റെ ജനന തിരുനാളിന്റെ എല്ലാ ആശംസകളും നേരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് വളരെ പരിചയമുള്ള ഒരു വീടുണ്ട്, കാനായിലെ കല്യാണ വീട്. ആ വീട്ടിലെ വിശേഷങ്ങൾ അറിയാൻ പാടില്ലാത്തവർ ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. യേശുതമ്പുരാൻ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ആദ്യമായി ഒരു അത്ഭുതം നടത്തിയ വീട്. ഇത് പറയുമ്പോൾ ഒരു വലിയ സന്തോഷം മനസ്സിലേക്ക് ഓടി വരികയാണ്. ഈ കാന എന്ന് പറയുന്ന സ്ഥലത്ത് അത്ഭുതം നടന്ന ആ വീട് ഇന്നൊരു വലിയ ദേവാലയമായിരിക്കുകയാണ്. ആ ദേവാലയത്തിൽ ദിവ്യബലി നടക്കുന്നു. കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ ഉയർത്തി വാഴ്ത്തുന്ന സമയത്താണ് ആ ദേവാലയത്തിലേക്ക് ഞങ്ങൾ കയറുന്നത്. ആ ഒരു വലിയ സന്തോഷം മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുകയാണ്. വീണ്ടും വചനത്തിലേക്ക് വരാം. ആ കല്യാണ വീട്ടിൽ പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. ആ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയി എന്ന കുറവ് മറ്റാരും അറിയാതെ തന്റെ മകനെ അറിയിച്ചാൽ ആ വീടിന്റെ അപമാനം മാറ്റാൻ സാധിക്കുമെന്ന് കരുതിയ പരിശുദ്ധ അമ്മ മകനോട് പറയുന്നു, അവർക്ക് വീഞ്ഞില്ല, അതിന് എനിക്കും നിനക്കും എന്ത്, എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് യേശു പറയുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ പരിശുദ്ധ അമ്മ പരിചാരകരോട് പറയുന്നു, അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന്. നമുക്കറിയാം, യേശുവിന്റെ പരസ്യ ജീവിതത്തിന്റെ 3 വർഷക്കാലം വളരെ വളരെ വലിയ അത്ഭുതങ്ങൾ ഒറ്റ വാക്കിൽ ചെയ്ത് മരിച്ചവരെ പോലും ഉയർപ്പിച്ച യേശുവിന് വീഞ്ഞു തീർന്നത് വീണ്ടും ഉണ്ടാക്കുന്നത് വെറും നിസ്സാരമായ ഒരു കാര്യമാണ്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. എന്നാൽ അവിടെ അത്ഭുതമായി മാറിയത് പരിശുദ്ധ അമ്മയുടെ വാക്കുകളാണ്. എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് യേശു പറയുമ്പോൾ, ഞാൻ ഈ അത്ഭുതം ഇപ്പോൾ ചെയ്താൽ സമയത്തിലേക്ക് കടക്കേണ്ടി വരും, അത് മരണത്തിലേക്കുള്ള യാത്രയുടെ തുടക്കം കുറിക്കലായിരിക്കുമെന്ന് യേശു അറിഞ്ഞിരുന്നു. അത് പരിശുദ്ധ അമ്മയ്ക്കും അറിയാം. എങ്കിലും ആ വീടിന്റെ അപമാനം താൻ അറിഞ്ഞ ആ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി സ്വന്തം മകനെ മരണത്തിൽ ഏൽപ്പിക്കുന്ന ഒരമ്മ. ഈ അമ്മ നമ്മുടെയും ഏത് ആവശ്യത്തിലും ഇടപെടും. പരിശുദ്ധ അമ്മയിൽ വിളങ്ങി നിന്നിരുന്ന സ്നേഹം, ത്യാഗം, എളിമ, ക്ഷമ, വിനയം, ഇതെല്ലാം നമ്മളും സ്വന്തമാക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ എന്നിവ ദൈവത്തോട് പറഞ്ഞ് നമുക്ക് സാധിച്ചു തരും. ജന്മപാപമില്ലാതെ ഈ ഭൂമിയിൽ ജനിച്ച ഒരാൾ മാത്രം, അത് പരിശുദ്ധ കന്യകാമറിയം. മാതാപിതാക്കളായ യോവാക്യമും അന്നയും ചേർന്ന് 3 വയസ്സുള്ള മറിയം കുഞ്ഞിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നു. പരിശുദ്ധ മറിയം ത്യാഗത്തിന്റെ മകുടോദാഹരണമാണ്. പരിശുദ്ധാത്മാവിന്റെ നിറകുളമായ പരിശുദ്ധ അമ്മ തന്റെ മംഗളവാർത്ത സമയത്ത് ഗബ്രിയേൽ ദൂതന്റെ വാക്കിനെ മാനിച്ച് തന്റെ ഇളയമ്മയായ എലിസബത്ത് വന്ധ്യയായിരുന്നു, എന്നാൽ ഇപ്പോൾ 6 മാസം ഗർഭവതിയായിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ കുന്നും മലയും കയറി ഇറങ്ങി തിടുക്കത്തിൽ നടന്നു ചെല്ലുന്നു. കാൽവരിയുടെ വിരിമാറിൽ ഒരു മരക്കുരിശിൽ 3 ആണികളിൽ തൂങ്ങി നിൽക്കുന്ന തന്റെ പൊന്നോമന മകനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന മറ്റൊരു ത്യാഗോജ്വലമായ കാഴ്ച. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയിൽ വിളങ്ങി നിന്നിരുന്ന പുണ്യങ്ങൾ നമുക്കും സ്വന്തമാക്കാം. പരിശുദ്ധ കന്യാമാതാവിന്റെ ജനന തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.